അനീതിയുടെയും പാപത്തിന്റെയും നിഴൽ വീണ ലോകത്ത് കാലനാഥൻ എന്നൊരു ദേവൻ ഉദയം ചെയ്തു. ചിലർക്ക് അദ്ദേഹം കേവലം ഒരു മിഥ്യ, മറ്റു ചിലർക്ക് അദ്ദേഹം പരമശിവന്റെയും മാതാ കാളിയുടെയും രൗദ്രഭാവം പൂണ്ട പുത്രൻ. ധർമ്മത്തെ വേരറ്റു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ മാത്രം പിറന്ന അവതാരം. കാലനാഥന്റെ ക്രോധം അഗ്നിയായിരുന്നു. ചെറിയൊരു തെറ്റുപോലും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. നീതിയുടെ വാളിനു മുൻപിൽ പാപികൾക്ക് ഒട്ടും ദയയുണ്ടായിരുന്നില്ല. ഒരൽപ്പം പോലും അരുതാത്തത് ചെയ്താൽ ഉടൻ തന്നെ ജീവനെടുക്കാൻ അദ്ദേഹം രണ്ടാമതൊന്ന് ആലോചിച്ചിരുന്നില്ല. കാലനാഥന്റെ കഥകൾ ഋഗ്വേദത്തിലെ ഒരു രഹസ്യ മണ്ഡലത്തിലും കാളതന്ത്രം, ദണ്ഡാടക പുരാണം, കാലരഹസ്യ എന്നീ ഗ്രന്ഥങ്ങളിലും ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഈ ഗ്രന്ഥങ്ങളൊന്നും ഇന്ന് നിലവിലില്ല. അവ മനഃപൂർവ്വം നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ രഹസ്യമായി എവിടെയെങ്കിലും ഒളിപ്പിക്കുകയോ ചെയ്തുവെന്നും പറയപ്പെടുന്നു. അക്കാലത്ത് കാലനാഥനെ ആരാധിക്കുന്ന ഭക്തരുടെ എണ്ണം പെരുകി. അവർ ലോകത്തിൽ നീതിന്യായങ്ങൾ സ്വന്തമായി നടപ്പിലാക്കാൻ തുടങ്ങി. സ്വയം പാപി എന്ന് തോന്നുന്ന ആരെയും അവർ ഉടനടി വധിച്ചു. ഇത് സ്വർഗം, നരകം, ഭൂമി എന്നിവിടങ്ങളിൽ ഭയാനകമായ കുഴപ്പങ്ങൾക്ക് കാരണമായി. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തകരുമെന്ന് ഭയന്ന ദേവന്മാർ ഒരുമിച്ചു. പ്രപഞ്ച രക്ഷയ്ക്കായി അവർ ഒരു കഠിനമായ തീരുമാനമെടുത്തു. കാലനാഥന്റെ അതിശക്തമായ അസ്തിത്വം മറച്ചുവെക്കാൻ. കാലനാഥൻ എന്ന ആ ദേവന്റെ പേര് പോലും പുണ്യ ഗ്രന്ഥങ്ങളിൽ നിന്ന് മായ്ക്കപ്പെട്ടു. അങ്ങനെ ധർമ്മത്തിനായി ജനിക്കുകയും ലോകത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കായി സ്വന്തം പേര് നഷ്ടപ്പെടുകയും ചെയ്ത നിഗൂഢനായ ദൈവമായി കാലനാഥൻ ഇന്നും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോരുന്നു. ഇനി നിങ്ങൾ പറയൂ, കാലനാഥന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?